നമ്മുടെ നഗരങ്ങളിലെ ഗതാഗതക്കുരുക്ക് ഒരു പ്രധാന പ്രശ്നമാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളും അതിൽ പ്രയാസപ്പെടുന്നവരാണ്. കോഴിക്കോട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ഒട്ടേറെ പദ്ധതികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ 2016 മുതൽ എടുത്ത് പരിശോധിച്ചാൽ LDF സർക്കാർ നടപ്പിലാക്കി വരുന്നു. നഗര ഹൃദയത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നൊരു പദ്ധതിയാണ് മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വരെ ഇപ്പോൾ നടക്കുന്ന ഈ പ്രവൃത്തി. യഥാർത്ഥത്തിൽ വെള്ളിമാടുകുന്ന് മുതൽ മാനാഞ്ചിറ വരെയായിരുന്നു ഈ പ്രവൃത്തി ഉദ്ദേശിച്ചത്. എന്നാൽ പിന്നീട് NH-66 നാഷണൽ ഹൈവേയുടെ ഭാഗമായ ഒരു പദ്ധതി മലാപ്പറമ്പ് മുതൽ വയനാട് വരെ വന്നതിൻ്റെ ഭാഗമായി നാഷണൽ ഹൈവേ കേന്ദ്ര സർക്കാരിൻ്റെയും പദ്ധതിയിൽ പെട്ടതുകൊണ്ടാണ് മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വരെ ഈ പദ്ധതി മാറിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം. എന്നാൽ മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയും ഇതിൻ്റെ ഭാഗമായി പ്രവൃത്തി നടത്താൻ അനുവദിക്കണമെന്നുള്ള അഭ്യർത്ഥന തുടർച്ചയായി നടത്തിയിട്ടുണ്ട്. നിതിൻ ഗഡ്കരിജിയുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ നടത്തിയിട്ടുണ്ട്. അതിന് അനുമതി കിട്ടും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. അധികം വൈകാതെ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ റോഡ് എടുത്ത് പരിശോധിച്ചാൽ നല്ല നിലയിൽ ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, വളരെ നല്ല നിലയിൽ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രനും ഞങ്ങളും കൂടി ഇതിൻ്റെ പ്രവൃത്തിയുടെ ഓരോ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് വളരെ പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് 2 മണ്ഡലത്തിലൂടെ പോകുന്നതാണ്. ഒരറ്റം സൗത്ത് മണ്ഡലമാണ്, അത് അവസാനിക്കുന്ന മാനാഞ്ചിറ ഉൾപ്പെടെ മാവൂർ റോഡിൻ്റെ തെക്ക് ഭാഗം സൗത്ത് നിയോജക മണ്ഡലമാണ്. അവിടുത്തെ MLA ശ്രീ അഹമ്മദ് ദേവർകോവിലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പങ്കെടുക്കാറുണ്ട്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്ന പ്രവൃത്തി ഫണ്ട് സംസ്ഥാന സർക്കാർ ഫണ്ടിങ്ങോടുകൂടി നടക്കുന്ന ഒരു പ്രവൃത്തി എന്നുള്ള നിലയിൽ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി നല്ല നിലയിൽ പോവുകയാണ്. 76,90,00,000 രൂപയാണ് ഇതിൻ്റെ കരാർ തുക. ഇതിൻ്റെ നീളം ഏകദേശം 5 കിലോമീറ്ററാണ്, വീതി 24 മീറ്ററാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ വീതികൾ നോക്കി നോക്കൂ, 6 മുതൽ 8 മീറ്റർ വരെയാണ്. ഒരു നഗരഹൃദയത്തിലുള്ള വീതിയാണ്. അതിൻ്റെ 3 ഇരട്ടിയായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് ഏറെ ഗുണകരമാണ്, നാടിനാകെ ഗുണകരമായി മാറും. ഇതിൻ്റെ EPC കരാർ ചട്ടങ്ങൾ പ്രകാരം പ്രവർത്തന അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട്. സിവിൽ സ്റ്റേഷൻ മുതൽ മലാപ്പറമ്പ് NH-66 വരെ 1080 മീറ്റർ നീളം, സിവിൽ സ്റ്റേഷൻ മുതൽ എരഞ്ഞിപ്പാലം വരെ 940 മീറ്റർ നീളം, എരഞ്ഞിപ്പാലം മുതൽ മാനാഞ്ചിറ വരെ 3 കിലോമീറ്റർ 300 മീറ്റർ നീളം. ഈ അതിരുകൾ ഉടനീളം ഇരുഭാഗത്തുമായി നല്ല ഡ്രെയിനേജ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നഗരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് കൂടി പരിഹാരം കാണാൻ സാധ്യമാകും. നല്ല ഓവുചാലുണ്ട്, യൂട്ടിലിറ്റി ഡക്റ്റ്, നടപ്പാത നിർമ്മാണം, നിലവിലുള്ള റോഡ് വീതി കൂട്ടി മുഴുനീള ടാറിംഗ്, അനുബന്ധ പ്രവർത്തികൾ, ഇതൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തികൾ ആരംഭിച്ചു വിശദമായ സർവേ നടത്തി 24 മീറ്റർ വീതിയിൽ റോഡിലുടനീളം അതിർത്തി നിർണ്ണയം നടത്തി ഏറ്റെടുത്ത ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാനാഞ്ചിറ ഭാഗത്ത് ഓവുചാൽ പ്രവൃത്തി ആരംഭിച്ചു, മലാപ്പറമ്പ് ഭാഗത്ത് ഓവുചാൽ പ്രവൃത്തി ആരംഭിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടു, 2.5 കിലോമീറ്റർ നീളത്തിൽ 24 മീറ്റർ വീതിയിലായി പ്രവൃത്തിക്ക് അനുയോജ്യമായ വിധത്തിൽ പ്രതലം സജ്ജമാക്കി വരികയാണ്. ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കണം. ഇടയ്ക്കിടെ ഇതിൻ്റെ യോഗം നടക്കുന്നുണ്ട്. ആ യോഗം ഫീൽഡിൽ വന്ന് പരിശോധിക്കുകയും യോഗം നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് നഗരത്തിന് ഒരു ആശ്വാസം ആയി മാറുന്ന ഒരു പദ്ധതിയായി ഇത് മാറും.